ബാലേന്ദ്രകുമാർ വന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അത് ഒന്നും പറഞ്ഞോ, മാധ്യമങ്ങളുടെ സൃഷ്ടിയല്ല ഒന്നും. ഒരാള് വന്ന് തെളിവ് സഹിതം പറയുന്ന ഓഡിയോ ഉൾപ്പെടെ കേൾപ്പിച്ച സംഭവം, ഓഡിയോ ഉൾപ്പെടെ കേൾപ്പിച്ച സംഭവം. ഓഡിയോ രാഹുലും കേട്ടിട്ടുള്ളതാണ്. അവിടെയാണ് രാഹുൽ അമ്മയും ചർച്ചയ്ക്ക് വന്നിട്ടുണ്ട്. കട്ട് ചെയ്ത് വെച്ച ഓഡിയോയിൽ അവിടെ ഇവിടെയും തെളിയിക്കുന്ന കാര്യം കൊണ്ട് എന്താ ഉണ്ടാകുക? ദിലീപിന്റെ ഓഡിയോ തന്നെയാണെന്ന് തെളിഞ്ഞല്ലോ. ദിലീപിന്റെ ഓഡിയോ ആയിക്കോട്ടെ, ദിലീപ് പറഞ്ഞതാണല്ലോ. ദിലീപിന്റെ ഓഡിയോ എന്താ പ്രശ്നം? പറഞ്ഞ കാര്യം അതിന്റെ അർത്ഥം വേണ്ടേ? ഇവനെയൊക്കെ കൊണ്ട് സഹി കെട്ടു എന്ന് ദിലീപ് പറഞ്ഞ ദിലീപ് കൊല്ലാൻ ശ്രമിച്ചു എന്നാണോ? ദിലീപ് പറഞ്ഞ കാര്യങ്ങൾ ടെസ്റ്റ് ചെയ്തു ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ. ദിലീപിന്റെ ആണ് സാർ, സംശയമില്ല. പക്ഷേ അല്ല, എന്നാ ദിലീപിന്റെ അടർത്തിയെടുത്താന്ന് പറഞ്ഞു. അല്ല, അടർത്തിയെടുത്തത് കട്ട് ചെയ്തതാണ്. ഇത് സ്ലൈസഡ് ആൻഡ് കട്ടാണ്. ഞാൻ ഒരു ഒരു സെക്കൻഡ് തെളിവായിട്ട് പറയാം. ബാലേന്ദ്രകുമാർ ദിലീപിനെതിരെ കൊടുത്ത ക്ലിപ്പിന്റെ ദൈർഘ്യം ഓർമ്മയുണ്ടോ? 40 സെക്കൻഡ്. ദിലീപ് ബാലേന്ദ്രകുമാറിന്റെ ക്ലിപ്പ് കൊടുത്തു, അതിന്റെ ദൈർഘ്യം 2 മിനിറ്റ് 40 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഫുൾ കൊടുത്തു. 40 സെക്കൻഡ് ആയിട്ട് ആരും അവരോട് സംസാരിക്കില്ലല്ലോ. അതുകൊണ്ട് സൗകര്യമുള്ള സ്ഥലങ്ങളിൽ കട്ട് ചെയ്തെടുത്ത് കൊടുത്ത് ഒരു നറേറ്റീവ് ഉണ്ടാക്കുകയാണ്. നേരെ മറിച്ച് ദിലീപിനോട് ബാലേന്ദ്രകുമാർ കാശ് ചോദിച്ചു, അദ്ദേഹത്തിന്റെ സിനിമയുടെ കാര്യത്തിന് കടം നിൽക്കാവോ, ഒന്ന് വിളിച്ച് പറയാമോ എന്ന് ചോദിച്ചു. ദിലീപ് ഫുൾ കോൺവെർസേഷൻ കൊടുത്തു. ബാലേന്ദ്രകുമാർ ഏത് ഫുൾ കോൺവെർസേഷനാണ് കൊടുത്തത്? അപ്പം വളരെ വിദഗ്ധമായി ദിലീപിനെ കരിവാരത്തേക്കാണ്. ആ അതിജീവിതയോട് തീർച്ചയായും ബഹുമാനമാണ്. പക്ഷെ അതിജീവിതയും ഓർക്കേണ്ടത് ശ്രീ ദിലീപ് കാരണം ഏറ്റവും സിനിമയിൽ മികച്ച റോളുകൾ കിട്ടിയ ശ്രീ ദിലീപിന്റെ ഒരു കാലത്ത് പല നമ്മൾ സ്പ്ലിറ്റ് ആയി നമുക്കെല്ലാം അറിയാം, പല കാര്യങ്ങൾ കൊണ്ട് നമുക്ക് എല്ലാവർക്കും റീസൺസ് എന്താണെന്നൊക്കെ അറിയാം. ആ വ്യക്തിക്ക് ദൗർഭാഗ്യകരമായി അവർക്കിടയിൽ ഒരു വിടവുണ്ടായി. അതിനെ ചില ആൾക്കാർ ദുരുപയോഗം ചെയ്ത് ദിലീപിനെതിരെ അവരെ തിരിച്ചതാണോ എന്ന് ആ കലാകാരി കൂടി ആ അഭിനേത്രി കൂടി ഒന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും. അനുഭവങ്ങളില്ലാതെ കലാകാരി അങ്ങനെ വരില്ല. അല്ല, അവർക്ക് എങ്ങനെ അറിയാം ദിലീപാണ്? അവർക്ക് എങ്ങനെ അറിയാം ദിലീപാണ്? രാഹുൽ എങ്ങനെയാണ് ദിലീപ് അല്ല? അല്ല, അതാണ് കോടതി പറയട്ടെ. കോടതി പറഞ്ഞതിന് ശേഷം രാഹുൽ അങ്ങനെ പറയാവുള്ളൂ. രാഹുൽ പറയാവുള്ളൂ ദിലീപ് അല്ല കുറ്റക്കാരെന്ന് കോടതി പറഞ്ഞ ശേഷം രാഹുൽ പറയൂ. സംശയമില്ല. അപ്പോൾ നമ്മൾ പറയാം ഇന്നസെന്റ് അണ്ടിൽ പ്രൂവ് ഗിൽറ്റി എന്ന് വേണമെങ്കിൽ എനിക്ക് പറയാം. പക്ഷെ ഞാൻ അത് പറയുന്നില്ല. അതായത് നമ്മുടെ നിയമ സംവിധാനം വെച്ച് ഒരാൾ നിഷ്കളങ്കനാണ്, തെറ്റാണ് തെളിയിക്കപ്പെടുന്നവരെ ആ വാദഗതി ഞാൻ പറയുന്നില്ല. പക്ഷെ ഏക റിക്വസ്റ്റ് ആ കലാകാരി അടക്കം ആ അഭിനേതാവരുടെ അവസാന സിനിമ ഞാൻ അവസാനമല്ല തൊട്ടും ഇറങ്ങിയ ശ്രീ രാജേഷ്, ഇംഗ്ലണ്ടിലെ രാജേഷ് എടുത്ത എൻ്റെ ഉപ്പാപ്പയ്ക്കൊരു ആന ഉണ്ടായിരുന്നു സിനിമ, നല്ല ഗംഭീരമായ സിനിമയാണ്. ഞാൻ അത് പോയി കാണുകയൊക്കെ ചെയ്തിരുന്നു. അവർ ഇനിയും കൂടുതൽ വരണം. പക്ഷേ ശ്രീ ദിലീപിനെ ഞാൻ ആകെ 2-3 പ്രാവശ്യം മുമ്പ് കണ്ടിട്ടുള്ളൂ ശ്രീ ദിലീപിനെ. അതായത് വ്യക്തിപരമായിട്ട് അറിയാൻ പോകുമ്പോൾ എൻ്റെ ഇക്കാക്കൊരു പ്രേമം ഉണ്ടായിരുന്നു. എൻ്റെ ഉപ്പാപ്പയ്ക്ക് എൻ്റെ ഇക്കാക്കൊരു പ്രേമം ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല സിനിമയാണ്, രസമുള്ള ഒരു ക്യൂട്ട് ലവ് സ്റ്റോറിയും ഷറഫുദ്ദീനും ഒക്കെ ഉള്ള നല്ല സിനിമയായിരുന്നു. ഞാൻ രാജേഷ് അതിന് ശേഷം വിളിച്ച് പറയുകയും ചെയ്തു. അപ്പോൾ ഏക കാര്യം, ആണിന് ഒരു വീക്ക്നെസ് കിട്ടിയാൽ അവിടെ കാത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അത് നമുക്ക് വിജയബാബുവിന്റെ കേസിൽ കണ്ടു, നിവിൻ പോളിയുടെ കേസിൽ കണ്ടു, സിദ്ദിഖിന്റെ കേസ് ഞാൻ വളരെ ലഘുവായി ചോദിക്കാം. ഫൈനൽ വിധിയൊന്നും വന്നില്ല. പക്ഷേ സുപ്രീം കോടതിയുടെ അപ്രോച്ച് സിദ്ദിഖിന് അനുകൂലമാണല്ലോ, സംശയമില്ല. ആദ്യം ഫേസ്ബുക്കിലൂടെ ഒരു വ്യക്തി വന്ന് 11 പേർക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നു. രണ്ടാമത് വന്ന് പറയുന്നു ഈ വ്യക്തി എന്നെ വെർബലി അബ്യൂസ് ചെയ്തു, വാക്കുകൾ കൊണ്ട് അബ്യൂസ് ചെയ്തു. മൂന്നാമത് പറയുന്നു നിള തിയേറ്ററിൽ വെച്ച് സെക്ഷുവൽ ഫേവർ ചോദിച്ചു, പെട്ടെന്നൊരു ദിവസം ഒന്ന് റേപ്പ് ചെയ്തു. എന്നിട്ട് ഭയങ്കര തെളിവായിട്ട് പറയുന്നത് എന്താണ്? ആ റൂമിൽ നിന്ന് താഴോട്ട് നോക്കിയാൽ അവിടുത്തെ സ്വിമ്മിംഗ് പൂൾ കാണാം. ബാസ്കറ്റ് ഹോട്ടലിൽ ഒരിക്കലെങ്കിലും പോയിട്ടുള്ള അറിയാം, 10-20 റൂമിൽ നോക്കിയാൽ സ്വിമ്മിംഗ് പൂൾ കാണാം, താഴെ നോക്കിയാൽ സ്വിമ്മിംഗ് പൂളും മേലുള്ള മുറിയും കാണാം. ഇതിനൊന്നും അതുകൊണ്ട് സംഭവിക്കുന്ന എന്താണെന്നും കൂടെ സിദ്ദിഖിന് അമ്മയുടെ സ്ഥാനം രാജിവെക്കേണ്ടി വന്നു. അമ്മ സംഘടനയിൽ വലിയ ഉൾപൊട്ടിത്തെറികളും കാര്യങ്ങളും ഉണ്ടായി. സിദ്ദിഖിന് ഏറ്റവും കുറവ്, ഞാൻ വ്യക്തിപരമായി സംസാരിച്ചു, ഞാൻ കാശ് ചോദിച്ചില്ല പുള്ളി എങ്ങനെ എടുക്കുമെന്ന്. അതായത് കാശെന്ന് പറഞ്ഞാൽ പുള്ളി സുപ്രീം കോടതിയിൽ എത്ര കാശ് ചിലവാക്കിയെന്ന് ഞാൻ ചോദിച്ചില്ല. പുള്ളിക്ക് എങ്ങനെ ഒരു വിഷമം ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. ഏറ്റവും കുറവ് ശ്രീ സിദ്ദിഖിന് 40 ലക്ഷം രൂപയായി കാണും. മുകുൾ റോഹത്തകിയാണ് വന്നത്, 4-5 അപ്പിയറൻസ്. അപ്പൊ അല്ലെങ്കിലേ ഉള്ളൂ കേട്ടോ, അപ്പൊ ഏറ്റവും കുറവാണ്. സാറൊക്കെ പറഞ്ഞു. അല്ല, ഒറ്റ വരിയും നിർത്താം. സിദ്ദിഖിന്റെ മകൻ ഷഹീനും ഈ അടുത്തിടയ്ക്ക് ജനിച്ച അവരുടെ കൊച്ചുമോൾക്കും കിട്ടേണ്ട കാശല്ലേ 40 ലക്ഷം രൂപ എന്നൊക്കെ പറഞ്ഞാൽ എത്ര വർഷങ്ങളുടെ പ്രയത്നമാണ്. എന്നെയാണ് നാളെ ഈ കേസ് അറസ്റ്റ് ചെയ്തെങ്കിൽ എനിക്ക് 2 പിള്ളേരുണ്ട്, യാഗും യുഗും. ഞാൻ ഒരിക്കലും ആമ്പിള സാറിനെ ഒന്നും വിളിക്കില്ല, അല്ലെങ്കിൽ മുകുൾ റോഹത്തകി വിളിക്കില്ല. 2-3 ആഴ്ച ജയിലിൽ കിടക്കാമെന്ന് വിചാരിക്കും. ഈ 40 ലക്ഷം രൂപ എന്റെ ജീവിതത്തിൽ നിന്ന് കളഞ്ഞാലേ ഞാൻ എത്ര വർഷം എടുക്കും എന്റെ മക്കൾക്ക് വേണ്ടി ഉണ്ടാക്കാൻ. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്, ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ.